ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മുടെ KSRTC ശബരി എയർബസ് ആണ്. എയർബസ് ഫ്ലൈറ്റ് ഔട്ട് ചെയ്യുന്നത്. നമ്മുടെ ശബരി എയർബസ്, നമ്മുടെ സൂപ്പർ ഡീലക്സ് എയർബസ് എന്നപ്പോൾ പറയണ പോലെ നമ്മുടെ ശബരി എയർബസ് ആണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. സോ മൂന്നാർ തൊട്ട് ബംഗളൂരു വരുന്ന പോകുന്ന വണ്ടിയാണ്. കണ്ടില്ലേ എത്ര ഡീറ്റെയിൽ ആയിട്ട് വണ്ടി തന്നേക്കണേ, കണ്ടില്ലേ? സോ ഇന്ന് നമ്മൾ ഈ വണ്ടിയാണ് ഓടിക്കാൻ പോകുന്നത്. സോ നമുക്ക് കാരിയർ എടുക്കാം, നമുക്ക് പുതിയതെടുക്കാം. ഓക്കെ, സോ നമ്മൾ കൊച്ചി ടു ബംഗളൂരു ആണ് പോകുന്നത്. നമുക്ക് മൂന്നാറില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പോകുന്നത്. സോ മൂന്നാറുണ്ടായിരുന്നെങ്കിൽ നമ്മൾ മൂന്നാർ തന്നെ എടുക്കുള്ളൂ, കാരണം ഇച്ചിരി റിയാലിറ്റി ആവുള്ളൂ. മൂന്നാർ തൊട്ട് ബംഗളൂരുള്ള വണ്ടിയാണല്ലോ. സോ നമുക്ക് ഇതോട്ടാണ് ട്രിപ്പ്. സോ നമുക്ക് 53,000 എന്തൊക്കെയാണ് പറയുന്നത്, 53,633. എന്താടാ പറയുന്നത്? എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? സോ നമുക്ക് പോവാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ KSRTC മൂന്നാർ ടു ബംഗളൂരു ശബരി എയർബസ് വന്നേക്കാണ്. ഉള്ളിൽ എന്ത് ഡീറ്റെയിൽ ആക്കണ്ടേ? ഇതിൻ്റെ ഗിയറാണ് ഈ താഴെ കാണുന്ന ഒരു ബട്ടൺ ഇല്ലേ? സോ ഗിയറാണ്. സോ നമ്മുടെ കണ്ടില്ലേ ഗൈസ്, ഇതിൻ്റെ മഡ് ഫ്ലാപ്പ് ആനിമേഷനൊക്കെ ഉണ്ട്. കണ്ടില്ലേ മഡ് ഫ്ലാപ്പ് അനങ്ങും ഉണ്ടോ? കണ്ടോ? ബ്രേക്ക് എടുക്കുമ്പോൾ അനങ്ങും ഉണ്ടോ? സോ നമുക്ക് എൻജിൻ സൗണ്ട് നോക്കാം. നോക്കാം, കണ്ടോ? കറക്റ്റ് സൗണ്ട്. നീ ഹെഡ്ലൈറ്റ് ഒക്കെ കണ്ടോ? മൂന്നാറിൻ്റെ അവിടെയൊക്കെ ലൈറ്റ് എത്തി. അതാണ് കഴിച്ച് നമ്മുടെ ബസ്. ഈ ഇൻഡിക്കേറ്റർക്ക് പക്ക ഡീറ്റെയിൽ ആണ് കേട്ടോ. കണ്ടോ? നീ ഹസാർഡ് ലൈറ്റ് ഇട്ടോ? ഇജാതി ബസ് അല്ലേ? ഇതാണ് നമ്മുടെ ബസ്. സോ നമ്മളിന്ന് ക്യാബിൻ റൈഡാണ്. ഇന്റീരിയർ വ്യൂ ഇട്ട് ഓടിക്കുമ്പോൾ ഇച്ചിരി റിയാലിറ്റി ആണല്ലോ. സോ നമുക്ക് പാസഞ്ചേഴ്സിനെ പിക്കപ്പ് ചെയ്യാം. എന്താല്ലേ? സോ ഗൈസ്, ഇങ്ങനെയാണ് നമ്മുടെ ഡോറ് തുറക്കുക. KSRTC മറ്റേ സൂപ്പർ ഫാസ്റ്റ് ഞാൻ കാണിച്ചല്ലോ. സൂപ്പർ ഫാസ്റ്റിലാണെങ്കിൽ മറ്റേ സാധാ നമ്മുടെ റിയൽ ബസ് പോലെ ഈ രണ്ട് സൈഡിലും തുറക്കും. അത് ഞാൻ വേറെ വീഡിയോയിൽ KSRTC സൂപ്പർ ഫാസ്റ്റ് കൊണ്ടുവരാം. സോ എല്ലാവരും കമൻറ്റ് ചെയ്യാം. അടുത്ത ഏത് വണ്ടി കൊണ്ടുവരുന്നത് നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്താണ് ഇടിമിന്നല്ലേ? ഇല്ല, പക്ക റിയാലിറ്റിയാണ് ഗൈസ്. KSRTC ഓടിക്കുമ്പോൾ ഒരു സുഖമുണ്ട്. കണ്ടോ? അവിടെ കണ്ടോ? പക്ക ഡീറ്റെയിൽ ആണ്. ബ്രേക്ക് ഓടിക്കുമ്പോൾ നോക്കാം. കണ്ടോ? അവിടെ ലൈറ്റ് എത്തുന്നുണ്ടോ? ആ റെഡ് ലൈറ്റ്. നമ്മൾ സൈഡൊക്കെ നോക്കി വേണം എടുക്കാൻ. നമ്മൾ എവിടെയെങ്കിലും കൊണ്ടിടിച്ച അപ്പം ഞാൻ ഇവിടെ ഉണ്ട്. ഇത് സത്യമായിട്ടാണ് ഞാൻ പറയുന്നത്. എവിടെയെങ്കിലും കൊണ്ടിടിച്ച അപ്പം ഞാൻ എന്ത് ചെയ്യും? ഇതേപോലത്തെ വീഡിയോ ഇനിയും ഇടണമെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യാം. ഇന്ന് ഫുൾ ഓഫ് ക്യാബിൻ റൈഡാണ് കേട്ടോ. സോ ഗൈസ്, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ് കണ്ടാ KSRTC? അയ്യോ, വേറെ വല്ലോ. എങ്ങനെ ഇരിക്കുന്നു? കൊള്ളാല്. ഒരു ആഡ് കഴിഞ്ഞ്. അയ്യോ, ഞാൻ ഇതിൻ്റെ ഫീച്ചേഴ്സ് കാണിച്ചില്ല ഗൈസ്. വണ്ടി സൈഡിലോട്ട് നിർത്തിയിട്ട് ഞാൻ ഫീച്ചേഴ്സ് കാണിച്ചു തരാം. സൗണ്ട് ഉണ്ടാവില്ലല്ലോ. ശരി. സോ ഫസ്റ്റത്തെ ഫീച്ചർ എന്ന് വെച്ചാൽ നമ്മുടെ ഡ്രൈവറിൻ്റെ ഡോർ വർക്കിലാണ്. ഡ്രൈവർ കാലൊക്കെ വെച്ചേക്കണ കണ്ടോ?
ജാതിക്കണ കണ്ടോ ജാതി ബസ്സല്ലേ. സോ ഗൈസ് നമ്മൾ സെക്കൻഡ് ഫീച്ചർ കാണിച്ചു തരാം. സെക്കൻഡ് ഫീച്ചർ നമ്മുടെ ജനൽ തുറക്കലാണ്. ജനൽ തുറക്കുക അടക്കുകയൊക്കെ ചെയ്യും. അത് ഡ്രൈവറിൻ്റെ സീറ്റിൽ നോക്കി കറക്റ്റായിട്ട് മനസ്സിലാവും. നല്ലതാണെങ്കിൽ വേണ്ട. സോ അതാണ് നമ്മുടെ KSRTC ഈ ബസ്. ഓക്കെ ഗൈസ് നമുക്ക് തുറന്നിടാം. ഒരു റിയൽ ലൈഫ് വൈബ് വരണ്ടേ. തുറന്ന് തന്നെ ഇട്ടേക്കണേ. എപ്പോഴാ ഇപ്പോൾ തുറന്നിട്ടേക്കാണ്. കണ്ടാതാ ഗൈസ് നമ്മൾ പാലക്കാട് എത്തി. ഇനി ഇതിൻ്റെ വൈപ്പർ അനിമേഷൻ കണ്ടോ? കണ്ടാ റിയൽ ബസ് പോലില്ലേ? ഇതാണ്. സോ ഇനി ഞാൻ തേർഡ് ഫീച്ചർ കാണിച്ചു തരാം. തേർഡ് ഫീച്ചർ നമ്മുടെ മേളത്തെ തുറക്കലാണ്. സോ ഗൈസ് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് പോവാം ഗൈസ്. ഓരോരുത്തരും ഭയങ്കര മഴയും എങ്ങനെ ഇരിക്കുന്നു. KSRTC ആണെന്ന് ഒന്നും വിചാരിക്കണ്ട. ഓരോ ബസ് ഇതിപ്പോ ആംബുലൻസിലാണ് കളിക്കണമെങ്കിലും ഇതേ ഹോണായിരിക്കും. ഇത് തന്നെ ഇപ്പൊ ഏത് ഗെയിമിൽ കളിച്ചാലും ഏത് മോഡ് ഇട്ടാലും ഒരേ ഹോണായിരിക്കും. ഇതിന്റെ ഹോണൊന്നും മാറില്ല. ഈ ഹോണ് എപ്പോഴും സെയിം ആയിരിക്കും, ഇതും സെയിം ആയിരിക്കും. കണ്ടോ? ഫസ്റ്റത്തത്, സെക്കൻഡ്, തേർഡ്. ഇപ്പം ഞാൻ ബസ് സിമുലേറ്റർ ഇന്ത്യയാണ് കളിക്കുന്നത്. മറ്റേത് തേർഡിലാണ് സൗണ്ട് കൂടുതലുള്ളത്. മറ്റേ ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യയിൽ. ഇതിൽ ഫസ്റ്റാണ് ഏറ്റവും കൂടുതൽ. പക്ഷെ നമ്മൾ KSRTC ആയതുകൊണ്ട് ഈ ബസ് ഈ ഹോൺസ് യൂസ് ചെയ്യുന്നില്ല. സൗണ്ടല്ലേ വഴിമാറി. KSRTC ആണ് പറഞ്ഞത്. KSRTC ഇത് കേരള കോർപ്പറേഷൻ കേരള സ്റ്റേറ്റ് റോഡ് കോർപ്പറേഷൻ എന്തൊക്കെയോ പറയാനുണ്ട്. ഒന്നും മനസ്സിലാവില്ല. നമ്മൾ പറപ്പിച്ചുവിട്ടാണ് KSRTC സൂപ്പർ ഫാസ്റ്റ് ആണ്. സൂപ്പർ ഫാസ്റ്റ് ഒരു മിനിറ്റ്. സോ ഗൈസ് ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരുന്നു. സോ ഓക്കെ നമുക്ക് പോകാം ഗൈസ്. 193 ഫ്യൂലുണ്ട്, ഡീസലുണ്ട്. സോ നമുക്ക് കുഴപ്പമില്ല, ട്രിപ്പ് നിർത്താൻ പറ്റുമായിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് പെട്രോൾ അടിച്ചിട്ട് ഡീസൽ അടിച്ചിട്ട് പോകേണ്ടി വരും. സോ നമ്മളിപ്പോൾ പാലക്കാട് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രാഫിക്സ് ആണ് ഗൈസ് മാസ്. നിങ്ങളൊന്നും KSRTC കണ്ടിട്ടില്ല. KSRTC കാണണം. KSRTC ഇല്ല, നമ്മൾ മാത്രമേ KSRTC ഓടിക്കുന്നുള്ളൂ. ഇതാണ് ഗൈസ്. പിന്നെ കുറേ മാപ്പ് മോഡ്സ് ഉണ്ട്. കേരള ട്രാഫിക് മോഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് KSRTC, മറ്റേ ആംബുലൻസ്, നമ്മുടെ ട്രാവലർ, നമ്മുടെ കൊമ്പൻ, അത് സാധനങ്ങൾ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വരും. പറഞ്ഞാൽ കൊടുക്കും, മനസ്സിലായില്ലേ? അയ്യോ ജസ്റ്റ് മിസ് ഗൈസ്. നമ്മൾ ഈ ബസ് മോഡ് എടുത്തേക്കുന്നത് കേരള ബസ് ലിവറീസ് എന്ന് പറഞ്ഞു. മറ്റേ ഈ കണ്ണാടിയിൽ കാണിക്കുന്നില്ലേ, സ്കിൻസ് ബൈ കേരള ബസ് ലിവറീസ് എന്ന്. നിങ്ങൾക്കും അങ്ങനെ ചെയ്യാൻ പറ്റും. സോ ഞാൻ ഈ വീഡിയോയിലൊന്ന് എക്സ്പ്ലനേഷൻ പറഞ്ഞുതരാം. സോ നമുക്ക് ഇപ്പം നിങ്ങൾക്ക് ശബരിയാണ് വേണ്ടെങ്കിൽ നിങ്ങൾ ഈ കേരള ബസ് ലിവറീസ് എന്ന് പറഞ്ഞ ആപ്പിൽ പോയിട്ട്
നിങ്ങൾ ശബരി ടൈപ്പ് ചെയ്യണം. അതിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ എന്തോ ഈ ശബരിൻ്റെ മോഡ് കാണും. സോ മോഡ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. മോഡ് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ലിവറി ഡൗൺലോഡ് ചെയ്യണം. സോ മോഡ് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്താൽ ലിവറി ആയിരിക്കും ഫസ്റ്റ് ഡൗൺലോഡ് ആവുന്നത്. കാരണം അതിന് KB ഉള്ളൂ, മറ്റേതിന് MB ആണ്. സോ എന്നിട്ട് നിങ്ങൾ ഫയൽ മാനേജറിൽ പോയിട്ട് ഈ ഡൗൺലോഡ്സിലായിരിക്കും ഇത് കിടക്കുന്നത്. നിങ്ങൾ ഏതിലാണെങ്കിലും ഡൗൺലോഡ്സിലായിരിക്കും കിടക്കുന്നത്. സോ അത് നമ്മൾ ലോങ് പ്രസ് ചെയ്തിട്ട് നമ്മൾ രണ്ടും എടുക്കണം. ലിവറിയും ആ സാധനം കൂടി നമ്മുടെ മോഡും കൂടി മാറ്റിയിട്ട് മോഡും കൂടി മൂവ് ചെയ്ത് നമ്മൾ ഡോക്യുമെൻറ്റ്സിലിടണം. ഡോക്യുമെൻറ്റ്സിലിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഏത് ഗെയിമിലാണോ വേണ്ടത് അതിൽ നമ്മൾ ഇപ്പോൾ ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യ ആണെങ്കിൽ ബസ് സിമുലേറ്റർ ഇന്ത്യ ആണെങ്കിൽ ഒരേ സെയിം ആണ്. നമ്മൾ ഫസ്റ്റ് മോഡിൽ പോയിട്ട് ഇമ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അങ്ങനെ ഇമ്പോർട്ട് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മോഡ് ക്ലിക്ക് ചെയ്യണം. അത് പേര് കാണിക്കും, കേരള ബസ് ലിവറി എന്നൊക്കെ പറഞ്ഞിട്ടൊരു പേര് കാണിക്കും. സോ ആ പേര് കാണിച്ചിട്ട് സാധനം നമ്മൾ അപ്പോൾ ലിവറി ഇടാൻ പറ്റില്ല, അത് മോഡാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും നമുക്കിപ്പോൾ പൈസ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് കണ്ട് ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡല്ല, അതിൻ്റെ അകത്തോട്ട് കയറ്റണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആ സൈഡിലൊരു സാധനം കാണിക്കും, എൻജോയ് ദ പ്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്, KSRTC ബസ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കും. സോ അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, ടു ഗാരേജ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ടു ഗാരേജ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഞെക്കിയിട്ട് നമ്മൾ ഒരു പെയിൻറ്റിൻ്റെ ചിഹ്നം കാണും. പെയിൻറ്റിൻ്റെ ചിഹ്നത്തിൽ നമ്മൾ പോയിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഇരിക്കും. എങ്ങനെ ഇരിക്കുന്നു? സോ ഒരു മിനിറ്റ് ഗൈസ്, ഞാനപ്പോൾ പറഞ്ഞ പോലെ മറ്റേ ഉണ്ടല്ലോ, നമ്മൾ ടു ഗാരേജിൽ പോയിട്ട് ഒരു പെയിൻറ്റിൻ്റെ ചിഹ്നം കാണും. ആ പെയിൻറ്റിൻ്റെ ചിഹ്നത്തിൽ നമ്മൾ പോയി ഞെക്കുമ്പോൾ അവിടെ ബ്രൗസ് ലിവറി എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ നമ്മൾ നിങ്ങളുടെ ചെറിയ ഫോണാണെങ്കിൽ, മെമ്മറി കുറവുള്ള ഫോണാണെങ്കിൽ നമ്മൾ ഹൈ റെസൊല്യൂഷൻ ഇടരുത്. നല്ല ടാബ് ഫോണ്, സ്മാർട്ട് ഫോണൊക്കെ ആണെങ്കിൽ നമ്മൾ ഹൈ റെസൊല്യൂഷൻ ഇട്ടിട്ട്, ഹൈ റെസൊല്യൂഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. സോ അപ്പോൾ എന്ത് ചെയ്യണം, ആ ഹൈ റെസൊല്യൂഷൻ ഇട്ടിട്ട്, ഞാനിപ്പോൾ ഹൈ റെസൊല്യൂഷനാണ് ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി സാധനങ്ങളൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഹൈ റെസൊല്യൂഷൻ ഇടണം. എന്നിട്ട് നമ്മൾ ആ ബ്രൗസ് ലിവറിയിൽ പോയിട്ട് അതിൻ്റെ അകത്ത് ഡിവൈസ് ഗാലറി എന്ന് പറഞ്ഞിട്ടൊരു ഇത് കാണിക്കും. സോ ഡിവൈസ് ഗാലറിയിൽ പോയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഫയലായിരിക്കും ഓപ്പൺ ആവുന്നത്. സോ നമ്മൾ ഏത് ഫയലിൻ്റെ അകത്താണോ ഈ കിടക്കുന്നത് അതിൽ ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മളപ്പോൾ ആ ലിവറി ആഡ് ചെയ്യണം. ആ ലിവറി ആഡ് ചെയ്തിട്ട് അപ്ലൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കണം. അപ്ലൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമ്മൾ മറ്റേ മോഡ് കൊടുത്ത പോലെ ഇത് മറ്റേ പൈസയും വരും, ഫ്രീയും വരും. നിങ്ങളിൽ പൈസ ഇല്ലെങ്കിൽ മറ്റേ ഫ്രീ കൊടുക്കുക. സോ അങ്ങനെ അത് ആഡ് കണ്ടിട്ട് വേണം ഡൗൺലോഡ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ബസ് വരും. അപ്പോൾ നമ്മുടെ ബസ് റെഡി. ലിവർ ഇടുന്ന എന്തിനാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. കാരണം നമ്മൾ മോഡ് ഡൗൺലോഡ് ചെയ്യുമ്പോഴേ നമുക്ക് ഈ ബസ് തന്നെ കിട്ടും. പിന്നെ വേറെ ലിവർ ആഡ് ചെയ്യേണ്ട എന്തിനാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. നമുക്ക് ഫ്ലൈ ഓവറിൽ എടുക്കേണ്ടത്, ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഞാനത് വേറെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അറിയണമെങ്കിലുള്ള അറിയിപ്പാണ് ഞാൻ പറഞ്ഞത്.
ബസ് സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട്. നമുക്ക് വണ്ടി ഒന്ന് നിർത്താം. സോ നമുക്ക് ടോട്ടൽ ഇൻകം 1438 ആണ്. ഓക്കെ, ഇനി നമ്മൾ ആഡ് കണ്ട മറ്റേ 100 ബോണസ് മറ്റേ 2876 ഒക്കെ കിട്ടും. സോ നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഗൈസ്. ഇനിയും പണിയുണ്ടോ? കൊള്ളാം. നമ്മൾ ബംഗളൂരു വരുവാണല്ലോ അല്ലേ. സോ ഗൈസ് നമുക്ക് പോവാം. നമുക്ക് ഡസിന് തന്നേക്കുന്ന മാപ്പിൽ പോയിട്ട് നമ്മൾ ആൾക്കാരിനെ പിക്കപ്പ് ചെയ്യണം. ഗൈസ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ മിന്നലുടെ മോഡുണ്ടല്ലോ എങ്ങനെയാണ് എടുക്കണേന്ന് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. സോ ഗൈസ്, നമ്മുടെ സ്ഥലം ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി. വിചാരിച്ചതല്ല എന്തൊക്കെയാണ് പറയണം വിചാരിച്ചു വേണം. കാരണം നമ്മുടെ സ്ഥലം തെറ്റി. അത് നാളെ പ്രശ്നം. കുറേ വണ്ടിയൊന്നുമില്ലല്ലോ അല്ലേ. അയ്യോ 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 ശരി ഇടിച്ച്. ഇവിടെ ഇടിച്ചാൽ കിട്ടുമോ? അടിച്ചിട്ട് കാര്യമില്ല ഗൈസ്. ഞാൻ ഇവിടെ എൻ്റെ ചെയ്തിട്ട് പോട്ടാ. ഡാമേജ് പോയി. ശരി, ചലഞ്ച് എടുക്കാം. 90ൻ്റെ താഴെ പോയാൽ ഔട്ട്. ഓക്കെ, അതെയാ. ഒന്ന് യൂട്ടേൺ അടിക്കേണ്ടി വന്നു. ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം നമ്മളെ ഒരു മാപ്പിൽ തന്നതുപോലെ നമ്മൾ പോയിട്ട് എടുത്തതാണ്. പക്ഷെ സ്ഥലം ഒന്ന് തെറ്റിപ്പോയി. നമുക്കിപ്പോൾ കാണിച്ചു തരാം. നമ്മളിവിടെ നല്ല ആൾക്കാരുണ്ട്. നമ്മളെ തൊട്ട് സൈഡിലുണ്ടായിരുന്നു. ഞാൻ അവിടെ പോയി എടുത്തിട്ട് വന്ന് ഇവിടെ 6 രൂപ കൊണ്ടിട്ടേക്കണം. ചെറുതായിട്ടൊന്ന് യൂട്ടേൺ അടിച്ചിട്ടാണ്. അത് നമുക്ക് അങ്ങോട്ടാണ് നല്ല ബസ്സുണ്ടോ അവിടെ? കൊള്ളാം. ഇതാണ് എന്നടത് ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോയിട്ട് ഇടിക്കും. നേരത്തെ മര്യാദയ്ക്ക് വെക്കൊണ്ടിരുന്ന ഞാൻ ഇപ്പോൾ അതാ ഓരോ സ്ഥലത്തും കൊണ്ടിരിക്കുന്നു. നമുക്ക് ആൾക്കാരുടെ കിടാം. നമ്മൾ ഡോറാണ് ഉണ്ടല്ലേ. KSRTC കുറേ കഷ്ടം. എന്താ ഏറിൽ കയറി പോകണം. ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ബസ് കണ്ടുപിടിച്ചത്. പക്ഷെ എനിക്ക് ഒരു സങ്കടമുള്ളൂ, എനിക്ക് മിന്നൽ ഇതുവരെ എടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇതുവരെ ആയിരുന്നില്ലേ നമ്മൾ വന്നത്. ഇപ്പോൾ സ്ഥലം കൂടിയില്ലേ. ക്ലാസ്മേറ്റ്സിനെ പിക്കപ്പ് ചെയ്തുകൊണ്ടാണ്. സിഗ്നൽ റെഡ് ആണല്ലേ. നമ്മുടെ തൊട്ട് ചെറിയ ബസ് കിട്ടുന്നുണ്ട്. KSRTC ഓട്ടിക്കുമ്പോൾ ഒരു പ്രത്യേക വൈബാണല്ലേ. പ്രത്യേക സുഖം.
സത്യത്തിലേ ഞാൻ ഡേ ആൻഡ് നൈറ്റ് റൊട്ടേഷൻ ഇട്ടിട്ടുണ്ടോ എന്നൊരു ഇട്ടിട്ടില്ലേ എന്നൊരു ചെറിയ സംശയം. കാരണം ഇത്രയും നേരമായിട്ട് നൈറ്റ് ആവുന്നില്ല. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തേക്കണേ. ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. സോ ടാർഗറ്റ് 5K ആണ്. 5K ആണ് നമ്മുടെ ടാർഗറ്റ്. സോ എല്ലാവരും ലൈക്ക് അടിച്ച് പൊട്ടിക്കുക ഗൈസ്. ഓക്കെ. സോ ഗൈസ് ചെറിയ വണ്ടി ലാഗായ ശരിടാ ഗൈസ്. ഒരു മിനിറ്റ്. സോ ഗൈസ് എന്തോ ഒരു പ്രശ്നം പറ്റി. അതിപ്പോൾ മാറിയിട്ടുണ്ട്. കളിക്കാൻ തുടങ്ങിയപ്പോൾ വന്ന് മഴ. കണ്ടിന്യൂ ചെയ്തു. ആഡുണ്ടായിരുന്നു. ആഡ് കഴിഞ്ഞിട്ട് വന്നപ്പോഴേക്കും ഇതാ നമ്മുടെ ഗെയിം ലാഗായിരിക്കുന്നു. എന്തല്ലേ എന്തൊക്കെയാടായി കൊച്ചു കേരളത്തിൽ നടക്കണത്? എന്തൊക്കെയാടായി കൊച്ചു കേരളത്തിൽ നടക്കണത്? അതല്ലേ മാറിയത്. അയാള് ഞാൻ വിചാരിച്ച അയാള് വളച്ചെടുത്തിട്ട് അതിൽ കൊണ്ടിടിക്കാൻ. ഏതോ ഒരു വണ്ടി ഹസാറിലേറ്റിട്ട് ഇരിപ്പുണ്ട്. സോ ഞാൻ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോറ് എനിക്ക് ഇപ്പം മനസ്സിലാവും. പക്ഷെ നമ്മുടെ മഴ തീർന്നിട്ടുണ്ട്. സൗണ്ട് അല്ലേ മാറ് KSRTC. ശബരി എയർബസ് ആണ്. ഫ്ലൈറ്റ് ആണ് ഓട്ടിക്കുന്നത്. അല്ല ഈ എയർബസ് എന്ന് വെച്ചാൽ എന്താ? എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഫ്ലൈറ്റിലുണ്ട് എയർബസ്, ഇതിലും ഉണ്ട് എയർബസ്. ചേട്ടാ ഇപ്പൊ കൺഫ്യൂഷൻ ആയല്ലോ. ഫ്ലൈറ്റ് ബസ്സാണോ എയർ ഫ്ലൈറ്റ് ആണോ? ഫ്ലൈറ്റ് അല്ലെങ്കിൽ എയറിന് കൂടെയല്ലോ. പക്ഷെ എന്തൊക്കെയാണ് പറയുന്നത്? നമുക്ക് പറപ്പിച്ചിടാം. ഹൈവേ കയറിയിട്ടുണ്ട്. നമ്മൾ സെയിലെത്തിയിട്ടുണ്ട്. നമ്മൾ തിരുവനന്തപുരം ഓൾറെഡി കഴിഞ്ഞെന്ന് തോന്നുന്നു. സോ ഗൈസ് നമുക്ക് ആൾക്കാരനെ വിടാനാണ്. സോ ഗൈസ് ഇനിയും നമ്മൾ ഇവിടെ നിന്ന് തന്നെ ആൾക്കാരനെ വിളിച്ചിട്ട് നമുക്ക് ബംഗളൂരു പോകണം. ബംഗളൂരു പോയാൽ നമ്മുടെ പരിപാടി കഴിയും. സോ നമ്മുടെ സേലം ബസ് സ്റ്റോപ്പാണ്. സോ ഗൈസ് നമ്മുടെ ശബരി ഗൈസ്
ഇനി നമ്മൾ ഇവിടെ നിന്ന് തന്നെ ആൾക്കാരിനെ വിളിച്ചിട്ട് പോകും. നിർത്തിയിട്ടുണ്ട്. സോ ഗൈസ് ഇനി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മെയിൻ സ്റ്റേഷൻ ബംഗളൂരിലോട്ടാണ്. അവിടെ വെച്ച് നമ്മുടെ ട്രിപ്പ് ഉണ്ടാവും. അവിടെ വെച്ച് നമ്മുടെ വീഡിയോ ഉണ്ടാവും. എന്തിനാണ് ഹോൺ ഓടിക്കാതെ പറഞ്ഞത്? സോ ഗൈസ് ഇതിൻ്റെ മൾട്ടിപ്ലെയർ വീഡിയോ വേണമെങ്കിൽ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യാം. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഓൾസോ. റോഡ് ടു 5K ആണ്. റോഡ് ടു 5K സബ്സ്ക്രൈബ്. റോഡ് ടു 5K എല്ലാവരും അടിച്ച് സബ്സ്ക്രൈബ് അടിച്ച് പൊട്ടിക്കുക. നമ്മുടെ ലൈക്ക് ടാർഗറ്റ് 5K വേണം. ഒരു 1000 അടിച്ച് കളയടി, അടിച്ച് പൊട്ടിക്കുക. വലിയ പൊട്ടിക്കാനല്ല ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് മറ്റേ കമ്പ്യൂട്ടർ ഏതെല്ലാം കാണുന്നുണ്ടെങ്കിലും തല്ലി പൊട്ടിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം പറയണം. ലൈക്ക് അടിച്ച് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ ലൈക്കിൻ്റെ സിമ്പിൾ അടിച്ച് പൊട്ടിക്കുന്നത്. ആ ലൈക്ക് ബട്ടൺ ഒന്ന് നിൽക്കുക. ഓക്കെ, എൻ്റെ മുന്നേ എത്ര നേരം എടുത്തടേ? 5 മിനിറ്റ്. അയ്യോ 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 ഇടിച്ചു. ഞാൻ വീഡിയോ നിർത്തിയിട്ട് പോട്ടാ. പക്ഷെ നമ്മുടെ KSRTC ആയതുകൊണ്ട് ഒരു ഡാമേജും ഇല്ല കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞ പോലെ മറ്റേ മിന്നൽ എങ്ങനെയാണ് എടുക്കണതെന്ന് പറഞ്ഞാൽ എനിക്ക് മിന്നൽ എനിക്ക് ഓട്ടിക്കണം. നിങ്ങൾക്ക് മിന്നലാണെങ്കിൽ കമൻറ്റ് ചെയ്യാം. സോ മിന്നൽ എങ്ങനെയാണ് എടുക്കണതെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ടാബിലാണ് കളിക്കുന്നത്. സോ ആരും നമ്മുടെ സ്റ്റിയറിംഗിൽ മറന്നിട്ടില്ലല്ലോ അല്ലേ? സോ ഗൈസ് എനിക്കിപ്പോൾ 130 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. സോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ഇനിയും സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഒരു പ്ലേ ബട്ടൺ അടിച്ചാൽ ഞാൻ ഈ വീഡിയോ ഇനി ഇത്രേ ഉള്ളൂ. സോ ഗൈസ് ചെറിയൊരു ആഡ് കഴിഞ്ഞിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. പിന്നെയും വന്നു ഗൈസ്, പിന്നെയും വന്നു മാത്രമേ ഉള്ളൂ. എല്ലാപ്പോഴും വന്ന് പോണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്. പക്ഷേ നമുക്ക് ഓഫ്ലൈൻ മോഡ് ഇട്ടാൽ നമുക്ക് കരിയർ കളിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ആഡ് വരില്ല. ആഡ് വരാതെ ഓൾറെഡി ലോഡായിട്ട് അങ്ങനെ വരും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ എന്ന് എനിക്ക് ഓർമ്മയുണ്ടോ? ടാറ്റ നെക്സോൺ അല്ലേ ഇതിൻ്റെ ഗ്രാഫിക്സ് പക്ക റിയാലിറ്റി ആണല്ലേ. അതിപ്പോൾ ബസ് സിമുലേറ്റർ ഇന്ത്യ ആണെങ്കിലും ഇന്തോനേഷ്യ ആണെങ്കിലും ഒരേ ഗ്രാഫിക്സ് ആണ്. നമ്മളിപ്പോൾ ചെന്നൈ എത്തി. നമ്മൾ ചിറ്റൂര് പാലക്കാട്.
ബസ്സിൻ്റെ കാര്യത്തിൽ എനിക്ക് അഡിക്റ്റ് ആയത് കാരണം എന്തെന്നറിയാമോ? കാരണം ഞാൻ ഇന്നലെ എറണാകുളത്ത് പോയിരുന്നു അച്ഛൻ്റെ അവിടെ. അപ്പോൾ ഞാൻ അവിടുന്ന് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയത് ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്ന് ട്രെയിൻ പിടിച്ചിട്ടാണ്. ഓക്കെ, നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വന്നത് 11 മണിക്ക് ഒരു മിന്നൽ ബസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതുവരെ മിന്നൽ കയറിയിട്ടില്ല. സോ ഞാൻ മിന്നൽ ആദ്യം ഫസ്റ്റ് ടൈം കയറിയത് ഇന്നലെയായിരുന്നു. സോ ഞാൻ ഇന്നലെ പോയി. അപ്പോൾ മിന്നലിൻ്റെ സ്പീഡ് കണ്ടപ്പോഴേക്കും എനിക്ക് ബസ്സിലോട്ട് അങ്ങ് അഡിക്റ്റ് ചെയ്തു. അവരുടെ അമ്മാതിരി സ്പീഡാണ് പോകുന്നത്. നല്ല സ്പീഡായി പോയല്ലേ, നല്ല സ്പീഡ്. സോ ഗായ്സ്, അയ്യോ വണ്ടീനെ കടിച്ചിട്ട് പോണു. പോടാ 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 കൊച്ചു ചെറുക്ക, പോടാ കൊച്ചു കുഞ്ഞിൻ്റെ അച്ഛനൊരു കൊച്ചു. ഞാൻ സമ്മർ ക്യാമ്പിൽ ചേർന്നിട്ടുണ്ട്. സോ SIP അബാക്കസ് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഞാൻ. അപ്പോൾ അവിടുത്തെ ഒരു കുട്ടിയുണ്ട്, എൻ്റെ ഫ്രണ്ടാണ്. അവിടുത്തെ ഒരു ചക്കനാണെങ്കിൽ കൊച്ചു കുഞ്ഞിൻ്റെ അച്ഛനൊരു പാടാണ്. ഭയങ്കര കോമഡിയാണ്. എന്തുവെന്നറിയാമോ? കൊച്ചു കുഞ്ഞിൻ്റെ അച്ഛനൊരു കച്ച വാങ്ങാൻ പോയി ഇത്രയും നല്ലോണം പാടി. എന്നിട്ട് അവൻ കൊളിയാക്കി. എന്തുവെന്നറിയാമോ? കൊച്ചിയിലെ കൊച്ചു ചെറുക്ക ഒച്ചു വാങ്ങാൻ പോയെന്ന്. കഴിയുന്നില്ല മാസം. So guys, ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്. സോ ഇനിയും KSRTC കൊണ്ടുവരണമെങ്കിൽ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക. ഇനി ഏത് വണ്ടിയാണ് കൊണ്ടുവരണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. സോ ഇതേപോലത്തെ ഇനിയും വീഡിയോ വേണമെങ്കിൽ, ഗെയിമിംഗ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ വീണ്ടും കമൻറ്റ് ചെയ്യുക. എന്നടാ സോ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. സോ റോഡ് ടു 5K ആണ് നമ്മുടെ ലൈക്ക് ടാർഗറ്റും സബ്സ്ക്രൈബും. സോ താങ്ക്സ്. Okay, bye.